നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ ഓവർസീസ് കൗൺസിൽ ബോർഡ് മെമ്പർമാരായ ഗിരിലാൽ തോട്ടാരത്തും സുജാത ഗിരിലാലും ആൽഫ തളിക്കുളം സെന്റർ സന്ദർശിച്ചു. തന്റെ പിതാവ് ശ്രീരാഘവന്റെ സ്മരണാർത്ഥം തളിക്കുളം സെന്ററിന്റെ ഫിസിയോതെറാപ്പി വിഭാഗം 8 വർഷം മുമ്പ് സ്പോൺസർ ചെയ്തത് സുജാത ഗിരിലാലാണ്. ആൽഫയുടെ തുടക്കം മുതൽ 20 വർഷമായി ആൽഫയെ പിന്തുണയ്ക്കുന്ന കുടുംബമാണ് ഇവരുടേത്. സെന്റർ സന്ദർശിച്ച ഇരുവരും സെന്ററിൽ സ്ഥാപിച്ചിട്ടുള്ള പിതാവിന്റെ ഫോട്ടോ കണ്ട് സന്തുഷ്ടരാകുകയും മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്തു. പിതാവിന്റെ സ്മരണകൾ സമ്മാനിച്ചതിന് ഇരുവരും ആൽഫയ്ക്ക് നന്ദി പറഞ്ഞു. സന്ദർശനത്തിനും പിന്തുണയ്ക്കും ആൽഫ ചെയർമാൻ KM നൂറുദ്ദീൻ നന്ദി അറിയിച്ചു. ആൽഫയിലെ സന്നദ്ധ പ്രവർത്തകർക്കും പാലിയേറ്റീവ് പരിചരണത്തിൽ താൽപര്യമുള്ളവർക്കും ഉപകാരപ്പെടുന്ന ബുധനാഴ്ച തോറും നടത്തപ്പെടുന്ന ഓൺലൈൻ ചർച്ചാവേദി പുനരാരംഭിക്കുന്നു. നാളെ രാത്രി 8 മണിക്ക് തുടങ്ങുന്ന ചർച്ചാവേദിയിൽ ആൽഫ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു നാളെയുടെ പാലിയേറ്റീവ് കെയർ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കും. 40 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സെഷനിൽ 20 മിനിറ്റ് പ്രസന്റേഷനും 20 മിനിറ്റ് ചർച്ചയുമായിരിക്കും ഉണ്ടാകുക. തൃശൂർ കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരിഷ് ക്ലബ് ഉദ്ഘാടനം NSS കോർഡിനേറ്റർ വിജി നിർവഹിച്ചു. തുടർന്ന് ക്ലബ് അംഗങ്ങൾക്ക് പാലിയേറ്റീവ് കെയർ ബോധവൽക്കരണ ക്ലാസ് നടത്തി. കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ മേഘ്ന അനിൽകുമാർ ആൽഫയുടെ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇതിൽ വിദ്യാർത്ഥികളുടെ പ്രാധാന്യത്തെക്കുറിച്ചും സംസാരിച്ചു. 40ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.